ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് 2014 മോദി സർക്കാരിന്റെ പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണിത്. ഇത് എന്താണെന്നും ഈ പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ നിലനിൽക്കുന്ന ആരോപണങ്ങളും ഇത് നടപ്പിലാക്കുന്നത് കൊണ്ട് നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്നും എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം മോദി സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് ഏകദേശം 4 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2018 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഈ പദ്ധതിയുടെ ആദ്യ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് പുറത്തിറക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത്, ഒരു വർഷത്തിനുള്ളിൽ പഞ്ചായത്ത് മുതൽ ലോക്സഭ വരെയുള്ള എല്ലാ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പുകളും ഒരു വർഷത്തിനുള്ളിൽ, അതും ഒരേ സമയം നടത്തുക എന്നൊരു നിർദ്ദേശമാണ് ഇതിലൂടെ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ അത് പ്രാവർത്തികമാക്കുക എന്നത് അത്ര എളുപ്പമായ ഒന്നല്ല എന്ന് സർക്കാരിന് നല്ല ബോധ്യമുണ്ട്. ഇങ്ങനെ ഇലക്ഷനുകൾ ഒരേ സമയം നടത്തണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിലെ പല ആർട്ടിക്കിളുകളും ഭേദഗതി ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ പുതിയത് ഇതിലേക്ക് ഉൾപ്പെടുത്തേണ്ടതുമുണ്ട്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട, അതായത് ലോകസഭയുടെയും സംസ്ഥാന സഭകളുടെയും ഇലക്ഷനുകൾ എപ്പോൾ നടത്തണമെന്നും അതിന്റെ കാലാവധിയെക്കുറിച്ചുമുള്ള റൂളുകളൊക്കെ മാറ്റേണ്ടതുണ്ട്. കുറച്ചുകൂടി വിശദമാക്കിയാൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുകൾ വഴി, അതായത് ഭരണഘടനാ ഭേദഗതികൾ വഴിയും അതേപോലെ 1951 റെപ്രസെന്റേഷൻ ഓഫ് ദ പീപ്പിൾ ആക്ടും ലോകസഭയിലെയും സംസ്ഥാന സഭകളുടെയും നിലവിലുള്ള റൂളുകളിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇങ്ങനെ ഈ നിയമങ്ങളിലും ഭരണഘടനാ ഭേദഗതിയും നടത്തുക എന്നതിന് ലോകസഭയുടെയും സംസ്ഥാനതല ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഓരോ സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണമെന്നതാണ്. എന്നാൽ ഈ പദ്ധതി, അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഇന്ത്യയിൽ പുതുതായി നിലവിൽ വരുന്ന ഒന്നല്ല. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ നിലനിന്നിരുന്നത് ഇതേ സിസ്റ്റമായിരുന്നു. അതായത് 1967 വരെയും സംസ്ഥാന സഭകളുടെയും ലോകസഭയുടെയും ഇലക്ഷൻ പ്രോസസ് നടന്നിരുന്നത് ഒരേ സമയത്തായിരുന്നു. എന്നാൽ പിന്നീടത് സംസ്ഥാന നിയമസഭകളിലെ സർക്കാരുകളെ പിരിച്ചുവിട്ടത് മൂലവും ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ സമയത്തും ഇതിന്റെ കാലാവധികളിൽ വ്യത്യാസം വരികയുമാണ് ഉണ്ടായത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി സെപ്റ്റംബർ 2, 2023 മോദി സർക്കാർ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും പബ്ലിക്കിന്റെ ഫീഡ്ബാക്ക് എടുക്കുന്നതിനും വേണ്ടിയും ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ നിയമിക്കുകയും അതിന്റെ ചെയർമാനായി മുൻ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന രാംനാഥ് കോവിന്ദിനെ നിയമിക്കുകയും ചെയ്തു. അതിന്റെ മറ്റംഗങ്ങളായി യൂണിയൻ ഹോം മിനിസ്റ്റർ, യൂണിയൻ ലോ മിനിസ്റ്റർ, മറ്റു പാർലമെന്ററി ലീഡർമാരും 15ാമത് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനെയും സീനിയർ ആയിട്ടുള്ള സുപ്രീം കോടതി അഡ്വക്കേറ്റ് എന്നിവരെ കൂടി ഹൈ ലെവൽ കമ്മിറ്റിയിൽ നിയമിക്കുകയും ചെയ്തു. 4 തരത്തിലുള്ള രീതിയിലാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിലൊന്നാണ് പബ്ലിക് റെസ്പോൺസ് എന്ന് പറയുന്നത്. 21,000-ഓളം റെസ്പോൺസുകളാണ് കമ്മിറ്റിക്ക് പബ്ലിക്കിൽ നിന്നും ലഭിച്ചത്. അതിൽ 80% പ്രതികരണവും ഒരേ സമയം ഇലക്ഷൻ വേണമെന്ന അഭിപ്രായമുള്ളവരായിരുന്നു. രണ്ടാമത്തേതാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള പ്രതികരണങ്ങൾ. 47ഓളം രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി. അതിൽ 32ഓളം പാർട്ടികൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. ഏകദേശം 15ഓളം പാർട്ടികൾ ഈ പദ്ധതി ആന്റി ഡെമോക്രാറ്റിക്, അതായത് ജനാധിപത്യ വിരുദ്ധമാണെന്നുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. അടുത്തതാണ് എക്സ്പേർട്ട് കൺസൾട്ടേഷൻ എന്നത്. ഇന്ത്യയിലെ മുൻ ചീഫ് ജസ്റ്റിസിനോടും മുൻ ഇലക്ഷൻ കമ്മീഷണറോടും മറ്റ് നിയമവിദഗ്ധരോടും അഭിപ്രായം തേടുകയും അതിൽ ഭൂരിഭാഗവും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഈ പദ്ധതിയെ സപ്പോർട്ട് ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇനി 4ാമത്തേതാണ് എക്കണോമിക് ഇമ്പാക്റ്റ് എന്നത്. ഇവിടെ വലിയ ബിസിനസ് ഓർഗനൈസേഷനായ CIE, FICCI പോലെയുള്ളവ ഒരു തെരഞ്ഞെടുപ്പിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ ഇന്ത്യ സാമ്പത്തികമായും ഇപ്പോൾ നിലനിൽക്കുന്ന ഇലക്ഷൻ പ്രോസസ്സിൽ ഉള്ള പോരായ്മകളും പ്രശ്നങ്ങളും ഒഴിവാക്കാനായി സാധിക്കുമെന്നതാണ് ഇതിനെ അനുകൂലിക്കുന്നവരുടെ അഭിപ്രായം എന്നത്. തുടർന്ന് 2024 മാർച്ച് 14 രാംനാഥ് കോവിന്ദ് കമ്മിറ്റി 18,000 പേജുകളുള്ള റിപ്പോർട്ട് അന്നത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഇതിൽ 10 തരം റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഒന്നാമത്തേതെന്നത്, ഒരേ സമയത്ത് നടത്തേണ്ടുന്ന തെരഞ്ഞെടുപ്പിനെ ഒരു സൈക്കിളായിട്ടുള്ള രീതിയിൽ നിയമപരമായി നിലനിൽക്കാൻ കഴിയുന്ന ഒരു സംവിധാനം സർക്കാർ വികസിപ്പിക്കണമെന്നതാണ്. രണ്ടാമത്തേത്, കമ്മിറ്റി ഈ തെരഞ്ഞെടുപ്പിനെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് 2 ഫേസുകളായാണ്. അതിൽ ഒന്നാമത്തേത് ലോകസഭയും സംസ്ഥാന നിയമസഭകളുടെയും തെരഞ്ഞെടുപ്പ് ഒരേ സമയത്ത് നടത്തുക എന്നതാണ്. ഫേസ് 2 എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തുകളുടെയും തെരഞ്ഞെടുപ്പുകളും ഒരേ സമയത്തിൽ ക്രമീകരിക്കുക എന്നതാണ്. അതിൽ ലോക്സഭകളുടെയും സംസ്ഥാന
നിയമസഭകളുടെയും കൂടാതെ മുനിസിപ്പൽ പഞ്ചായത്ത് ഇലക്ഷനുകളുമെല്ലാം 100 ദിവസത്തിനുള്ളിൽ ക്രമീകരിക്കുക എന്നാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി നിർദ്ദേശിച്ചത്. മൂന്നാമത്തേത്, ജനറൽ ഇലക്ഷന് ശേഷം ലോക്സഭയിലെ ഫസ്റ്റ് സിറ്റിംഗിന് വേണ്ടിയുള്ള ഡേറ്റ് രാഷ്ട്രപതി അറിയിക്കേണ്ടതുണ്ട്. രാഷ്ട്രപതി പുറപ്പെടുവിക്കുന്ന ലോക്സഭകളുടെയും സംസ്ഥാന നിയമസഭകളുടെയും അപ്പോയിന്റഡ് ഡേറ്റിന് ശേഷം ആ തീയതി വരെയായിരിക്കും അതുവരെയുള്ള സംസ്ഥാന നിയമസഭകളുടെ കാലാവധി എന്നത്. തുടർന്ന് ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും തെരഞ്ഞെടുപ്പ് ഒരേ സമയം നടക്കുകയും ചെയ്യുമെന്നതാണ്. തെരഞ്ഞെടുപ്പ് നടത്തി ഈ 5 വർഷ കാലാവധിക്കുള്ളിൽ ഭരണകക്ഷി അധികാരത്തിൽ നിന്നും പുറത്തു പോവുകയാണെങ്കിൽ പുതിയ ലോക്സഭയോ പുതിയ സംസ്ഥാന നിയമസഭകളോ രൂപീകരിക്കുന്നതിന് പുതിയ തെരഞ്ഞെടുപ്പ് നടത്താനാകുമെന്നതാണ്. അതുപോലെ തന്നെ ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ലോജിസ്റ്റിക് ക്രമീകരണങ്ങൾക്കായി EVM പോലെയുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിനും പോളിംഗ് ഉദ്യോഗസ്ഥരെയും സുരക്ഷാ സേനയും വിന്യസിക്കുന്നതിനും ആവശ്യമായ മറ്റ് ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു പ്ലാനും എസ്റ്റിമേറ്റും മുൻകൂട്ടി തയ്യാറാക്കിയേക്കും. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഹൈ ലെവൽ കമ്മിറ്റിയുടെ ശുപാർശകളെ അടിസ്ഥാനമാക്കി 15 ഭരണഘടനാ ഭേദഗതികളും 18 നിയമനിർമ്മാണ മാറ്റങ്ങളും വരുത്തേണ്ടതുണ്ട്. അതിൽ ഏതൊക്കെ ഭരണഘടനാ ഭേദഗതികളാണ് വരുത്തേണ്ടതെന്ന് നോക്കാം. പ്രധാനമായും 2 ബില്ലുകളാണ് അവതരിപ്പിക്കുന്നത്. അതിലൊന്ന് ഭരണഘടനയിലെ 129ാമത് ഭേദഗതിയും മറ്റ് ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ആർട്ടിക്കിൾ 82A, 82A ക്ലോസ് 1 മുതൽ 82A ക്ലോസ് 6 വരെയുള്ളവയുമാണ് ഭേദഗതി വരുത്തേണ്ടത്. രണ്ടാമത്തെ ബില്ല് എന്നത് യൂണിയൻ ടെറിട്ടറികളുടെ നിയമ ഭേദഗതികളാണ്. 8 യൂണിയൻ ടെറിട്ടറികളാണ് നമുക്കുള്ളത്. ഡിസംബർ 17, 2024 ഈ 2 ബില്ലുകളും ലോക്സഭയിൽ BJP സർക്കാർ അവതരിപ്പിക്കുകയും പ്രതിപക്ഷത്തു നിന്നും വലിയ സംവാദങ്ങൾക്കും വലിയ പ്രതിഷേധങ്ങളും ഇതിനെതിരെ ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് അവതരിപ്പിച്ച ബില്ലിനെ അനുകൂലിച്ച് 269 വോട്ടും പ്രതികൂലിച്ച് 198 വോട്ടുമാണ് കിട്ടിയത്. ഇതിൽ 3/2 ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് തന്നെ സർക്കാർ ഇത് JPC അതായത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിശദമായ പരിശോധനയ്ക്ക് വിടുകയും ചെയ്തു. ഇവിടെ JPC അല്ലെങ്കിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയുന്നത് ഏതൊരു ബില്ലും കൃത്യമായ പരിശോധന ചെയ്യാൻ വേണ്ടി പാർലമെന്റ് സ്ഥാപിച്ച ലോക്സഭകളിലെയും രാജ്യസഭകളിലെയും അംഗങ്ങൾ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് JPC അല്ലെങ്കിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നത് പല സമയങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഒരു സമയത്തേക്ക് ക്രമീകരിക്കുന്നതിലൂടെ സാമ്പത്തികമായി തന്നെ ഒരുപാട് ചിലവുകൾ കുറയ്ക്കാനായി സാധിക്കുമെന്നതാണ്. അതുപോലെ തന്നെ കൃത്യമായി അതിനെ മാനേജ്മെന്റ് ലെവലിലും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നതാണ് ഇതിനെ അനുകൂലിക്കുന്നവരുടെ വാദമെന്നത്. ഇനി ഈ ബില്ലിനെ എതിർക്കുന്നവരുടെ പ്രധാന വാദമെന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഈ പദ്ധതി ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചറിനെ തന്നെ ബാധിക്കുമെന്നും അധികാരം ഒരു സ്ഥലത്തേക്ക് മാത്രം പരിമിതപ്പെടുമെന്നും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളുടെ വൈവിധ്യം നശിപ്പിക്കുമെന്നും ഇതിനെ പ്രതികൂലിക്കുന്നവർ കരുതുന്നു എന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി എന്നും അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്നും ഒക്കെ പങ്കുവെച്ചു കഴിഞ്ഞു. എല്ലാവർക്കും പറഞ്ഞതൊക്കെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്കുമായി വരുന്നവരെ ബൈ.